കൊച്ചി പുറംകടലിൽ അപകടത്തിൽപ്പെട്ട MSC എൽസ 3-ക്കെതിരെ സംസ്ഥാന സർക്കാർ ക്രിമിനൽ കേസെടുക്കില്ല. ഇൻഷുറൻസ് കമ്പനിയിൽ നിന്ന് നഷ്ടപരിഹാരം മാത്രം ഈടാക്കാനാണ് സർക്കാരിന് താൽപര്യം. കപ്പൽ കമ്പനിക്ക് വിഴിഞ്ഞം പോർട്ടുമായുള്ള ബന്ധമാണ് ക്രിമിനൽ കേസിലേക്ക് നീങ്ങുന്നതിൽ നിന്നും സർക്കാരിന് പിന്നോട്ട് വലിക്കുന്നത്. കപ്പൽ കമ്പനിക്കെതിരെ കേസെടുക്കാത്തത് ഗൂഢാലോചനയുടെ ഭാഗമാണെന്ന് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ ആരോപിച്ചു. കപ്പൽ മുങ്ങി ദിവസങ്ങൾക്കകം തന്നെ ക്രിമിനൽ കേസിലേക്ക് നീങ്ങേണ്ടതില്ലെന്ന് സർക്കാർ തീരുമാനിച്ചിരുന്നുവെന്ന് വ്യക്തമാക്കുന്നതാണ് ചീഫ് സെക്രട്ടറിയുടെ കുറിപ്പ്. മെയ് 29-ന് മുഖ്യമന്ത്രിയും കേന്ദ്ര സർക്കാരിന് കീഴിലുള്ള ഡയറക്ടർ ജനറൽ ഓഫ് ഷിപ്പിംഗും തമ്മിലുള്ള കൂടിക്കാഴ്ചയിലായിരുന്നു നിർണായക തീരുമാനം. ഉടനടി ക്രിമിനൽ കേസിലേക്ക് പോകേണ്ടതില്ലെന്നും കപ്പലുണ്ടാക്കിയ നാശനഷ്ടങ്ങളുടെ വിവരങ്ങൾ ശേഖരിക്കുന്നതിനായിരിക്കണം മുൻഗണനയെന്നും യോഗത്തിൽ തീരുമാനിച്ചു. ഇൻഷുറൻസ് ക്ലെയിമിന് ഇത് സഹായകമാകുമെന്നും ചീഫ് സെക്രട്ടറി തയ്യാറാക്കിയ യോഗ കുറിപ്പിലുണ്ട്. നമുക്കിവിടെ പാരിസ്ഥിതിക പ്രശ്നവുമായി ബന്ധപ്പെട്ട് വരുന്നതും മത്സ്യത്തൊഴിലാളികൾക്ക് ഉണ്ടാകുന്ന ബുദ്ധിമുട്ടും അത്തരം കാര്യങ്ങൾ ജാഗ്രത പാലിച്ചു അതിന് പരിഹാരം ഉണ്ടാവുകയും നമുക്ക് ഏതെങ്കിലും നഷ്ടങ്ങൾ ഉണ്ടായാൽ അത് ക്ലെയിം ചെയ്ത് വാങ്ങിക്കുകയും ചെയ്യുന്നതാണ് നമ്മുടെ ഭാഗത്തിൽ. അത് കൃത്യമായി ആ കാര്യങ്ങളൊക്കെ നീങ്ങിയിട്ടുണ്ട്. സമാനമായ തരത്തിൽ അപകടമുണ്ടായപ്പോൾ മഹാരാഷ്ട്ര പിറ്റേ ദിവസം തന്നെ കേസെടുത്ത് നഷ്ടപരിഹാരം നേടിയിരുന്നുവെന്നും കേന്ദ്രവും സംസ്ഥാനവും തമ്മിൽ നടക്കുന്നത് ഒത്തുതീർപ്പ് രാഷ്ട്രീയമാണെന്നും KC വേണുഗോപാൽ MP ആരോപിച്ചു. ഇത് ഏറ്റവും വലിയ ദുരൂഹതയുണ്ടാക്കിയ കാര്യമാണ്. ആരെ സഹായിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ തീരുമാനം? ഒത്തുതീർപ്പ് രാഷ്ട്രീയത്തിലേക്ക് മാറിയിരിക്കുകയാണ് കേരള സർക്കാർ മൊത്തം. ഇത്തരം കാര്യങ്ങളിൽ കേന്ദ്രവുമായിട്ടും വലിയ യോജിപ്പാണ്. പ്രധാനപ്പെട്ട കപ്പൽ കമ്പനിയായ MSC വിഴിഞ്ഞത്തെ പ്രധാന ഇടപാടുകാരാണെന്നതും സർക്കാർ നിലപാടിന് കാരണമാണ്. ഇൻഷുറൻസ് ഏജൻസി വഴി ക്ലെയിം തീർപ്പാക്കുന്നതിൽ സഹകരിക്കേണ്ടത് കമ്പനിയുടെ കൂടി ആവശ്യമാണ്. അതിനാൽ ശക്തമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ക്ലെയിം മാത്രം ഉന്നയിക്കാനാണ് സംസ്ഥാനത്തിന്റെ നീക്കം. മീഡിയ 1 തിരുവനന്തപുരം.